ഇലക്ഷൻ കൺവെൻഷനുകളും അഭ്യർത്ഥനാ വിതരണവും കഴിഞ്ഞതോടെ പ്രകടന പത്രികയുമായി മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. വോട്ടഭ്യർത്ഥനാ വേളയിൽ ജനപിന്തുണ ആർക്കൊപ്പമെന്ന ചിത്രവും തെളിയുകയാണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പൊതുവികാരവും ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും ഏറെക്കുറെ ഇതിനോടകം സ്ഥാനാർത്ഥികൾക്ക് വ്യക്തമായിട്ടുണ്ട്. ജനങ്ങളെ കയ്യിലെടുത്ത് വോട്ടടിക്കാൻ പഠിച്ച പണി 18 പയറ്റുകയാണ് മുന്നണികൾ. ചൂടിന്റെ കാഠിന്യമേറിയതോടെ തിരഞ്ഞെടുപ്പ് പര്യടനവും സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളിയായിട്ടുണ്ട്. ചൂട് അസഹനീയമായതോടെ കഴിഞ്ഞ 2 ദിവസമായി സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനവും മന്ദഗതിയിലാണ്. ഇതിനിടെ പാർട്ടി ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. തീരദേശത്ത് കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളും ചില സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. തുടർച്ചയായുള്ള പര്യടനത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ശാരീരിക അസ്വസ്ഥവും അനുഭവപ്പെടുകയാണ്. വീറും വാശിയും ചോരാതെ എതിർ സ്ഥാനാർത്ഥിയേക്കാൾ പര്യടനത്തിൽ ഒരു പടി മുന്നിലേറ്റു കുതിക്കാനുള്ള ശൗര്യത്തിലാണ് മുന്നണികൾ. ഓരോ ദിവസവും മണ്ഡലാടിസ്ഥാനത്തിലാണ് വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പര്യടനം നടത്തുന്നത്. പ്രാദേശിക മേഖലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായാണ് സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ ജനമെത്തുന്നത്. ജനങ്ങളുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ മോഹന വാഗ്ദാനം മുന്നോട്ട് വെച്ച് അടുത്ത കേന്ദ്രത്തിലേക്ക് തന്ത്രപൂർവ്വം കടക്കാനും ഒപ്പത്തിനൊപ്പമാണ് സ്ഥാനാർത്ഥികൾ. UDF പ്രകടന പത്രിക പുറത്തിറക്കിയാണ് അഭ്യർത്ഥന കഴിഞ്ഞ് മൂന്നാം ഘട്ട ശശി തരൂരിന്റെ തിരഞ്ഞെടുപ്പ് പര്യടനം. താൻ MP ആയതു മുതൽ 15 വർഷക്കാലത്തെ വികസന പദ്ധതികളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതുമായ വസ്തുതകൾ അടങ്ങിയതാണ് UDFന്റെ പ്രകടന പത്രിക. ബൂത്ത് തലത്തിൽ ഓരോ വീടുകളിലും പ്രകടന പത്രിക വിതരണം ചെയ്ത് BJP LDF നേതൃത്വത്തിലുള്ള പുതിയ വെല്ലുവിളി ഉയർത്തുകയാണ്. തരൂരിന്റെ വരും ദിവസങ്ങളിലെ പര്യടനം തുടരും. കേരളത്തിന് വേണ്ടി വികസന പദ്ധതികൾ കൊണ്ടുവരാൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് താനാണെന്നും ഇത് രേഖകളിലുണ്ടെന്നും തരൂർ പ്രതികരിച്ചു. ഇന്ത്യയിൽ ജനാധിപത്യ പാർട്ടി കോൺഗ്രസ് ആണെന്നും BJPയുടെ ഏകാധിപത്യ ഭരണത്തിന് തിരശ്ശീല വീഴുന്ന തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്നും ശശി തരൂർ പറയുന്നു. കേന്ദ്രത്തിൽ NDA മുന്നണി വീണ്ടും അധികാരത്തിലെത്തുമെന്നും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലാണ് കൂടുതൽ വികസന പദ്ധതികൾ വരാൻ പോകുന്നതെന്നുമാണ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്ക് ഉറപ്പു നൽകുന്നത്. വ്യക്തമായ വികസന കാഴ്ചപ്പാടോടെയാണ് തന്റെ പര്യടനം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകി പോകുന്ന ശൈലി തനിക്കില്ലെന്നും പറയുന്നത് ചെയ്യുമെന്നും ഓരോ മേഖലയിലും പ്രശ്നങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് പഠിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. വോട്ടിന് മാത്രം ജനങ്ങളെ കാണുന്ന രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ചെയ്യുന്നതെന്നും ഇത് നേരിൽ കണ്ട് വോട്ടർമാരെ ബോധ്യപ്പെടുത്തി തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPക്ക് ചരിത്ര വിജയം നേടാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടെന്നും NDA സ്ഥാനാർത്ഥി പറയുന്നു. തീരദേശ മേഖലയിൽ കടലാക്രമണം നേരിട്ട അടിമലത്തുറ, പൂവാർ ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രവർത്തകരോടൊപ്പം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ സന്ദർശനം നടത്തി. തഹസിൽദാർ മുതൽ വാർഡ് മെമ്പർമാർ എന്നിവരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. പൊഴിമുറിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളും കടലാക്രമണം നേരിട്ടാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെക്കുറിച്ചും തഹസിൽദാരുമായി സ്ഥാനാർത്ഥികൾ ചർച്ച ചെയ്ത് മുന്നോട്ട് ഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇലക്ഷൻ വാർത്തകളുമായി വീണ്ടും കാണാം.